ഹലോ നമസ്കാരം. സൈലം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള നിയമസഭയിൽ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന്റെ അവസാനത്തെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബജറ്റിൽ നമുക്ക് എത്രയാണ് അടുത്തൊരു സാമ്പത്തിക വർഷം 2026-27 എത്രയാണ് വരുമാനം വരാൻ പോകുന്നതും എത്രയാണ് ചെലവ് വരാൻ പോകുന്നത്, വരുമാനത്തിലുള്ള വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ്, ചെലവിനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചും, അതേപോലെ ബജറ്റിൽ സർക്കാർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഭരണഘടനാപരമായിട്ട് ആർട്ടിക്കിൾ നമ്പർ 202 പ്രകാരം നമ്മൾ എല്ലാ വർഷവും എന്ത് ചെയ്യും, നമ്മുടെ സംസ്ഥാന ഗവർണർ നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്ന നമ്മുടെ ഈ ബജറ്റ് അവതരിപ്പിക്കാൻ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അത് ഭരണഘടനാപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്താണ് സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തെക്കുറിച്ചും അതേപോലെ എത്രയൊക്കെയാണ് ചെലവുകൾ വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം പറയുന്നത് എവിടെയാണ്? ഈ പറയുന്ന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലാണ്. സംസ്ഥാന സർക്കാരിന്റെ ആർട്ടിക്കിൾ നമ്പർ 202 പ്രകാരം സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ബജറ്റിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2026-27 ആ ഒരു സാമ്പത്തിക ബജറ്റ് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, സാമ്പത്തിക വർഷ ബജറ്റിൽ വിഭാവനം ചെയ്ത സംസ്ഥാനത്തിന്റെ വരവുകളുടെയും ചെലവുകളുടെയും സ്റ്റേറ്റ്മെന്റ് പ്രകാരം സംസ്ഥാനത്തിന്റെ വരവായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ആകെ റവന്യൂ വരവായിട്ട് പറയുന്നത് 1,82,972.10 കോടി രൂപയാണ് പറയുന്നത്. അതേസമയം കടബാധ്യത സൃഷ്ടിക്കാത്ത മൂലധന വരവുകൾ പറയുന്നത് 1,515.53 കോടിയും, അതേപോലെ കടമെടുപ്പും മറ്റ് ബാധ്യതകളും ഉൾക്കൊള്ളുന്ന മൂലധന വരവുകളായിട്ട് പറയുന്നത് 55,419.51 കോടി രൂപയാണ് പറയുന്നത്. ആകെയുള്ള വരവായിട്ട് പറഞ്ഞിരിക്കുന്നത് 2,39,907.14 കോടി രൂപയാണ് ആകെ വരവിനമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൊത്തത്തിൽ സംസ്ഥാന ചെലവിന്റെ കാര്യം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആകെ നമുക്ക് ഒരു പദ്ധതിയേതര ചെലവായിട്ട് നമുക്ക് പറയുന്നത് 2,06,723.66 കോടി രൂപ പറയുന്നു. അതേപോലെ ആകെ പദ്ധതി ചെലവുകളായിട്ട് 33,183 കോടി രൂപ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് മൊത്തം റവന്യൂ ചെലവുകളായിട്ട് 2,15,558.76 കോടി രൂപയാണ്. നമ്മൾ അങ്ങനെ ആകെ നോക്കുമ്പോൾ ആകെ ചെലവായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2,39,907.14 കോടി രൂപയാണ് ആകെ ചെലവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വരവിനെക്കാട്ടിലും കൂടുതൽ ചെലവാണ് വരുന്നത്. അപ്പൊ എന്തായാലും അവിടെ എന്താണ് കമ്മിയാണ് ഉണ്ടാവുക അല്ലേ? അപ്പൊ റവന്യൂ കമ്മിയായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 34,586.66 കോടി രൂപയാണ് റവന്യൂ കമ്മി. ഓക്കെ, യഥാർത്ഥ റവന്യൂ കമ്മിയായിട്ട് നമുക്ക് വരുന്നത് 25,973.56 കോടി രൂപയും, ധനക്കമ്മിയായിട്ട് നമുക്ക് വരുന്നത് 55,419.51 കോടി രൂപ നമുക്ക് എന്ത് ചെയ്യുന്നു, ധനക്കമ്മിയായിട്ട് നമുക്ക് വരുന്നു. ഇതാണ് നമുക്ക് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ആ ഒരു എത്രയാണ് നമുക്ക് വരവ് എന്നുള്ളതും എത്രയാണ് നമുക്ക് ചെലവ് എന്നുള്ളതും എത്ര നമുക്ക് നീക്കിയിരിപ്പ് നമുക്ക് വരുന്നുണ്ട്, എത്രയാണ് നമുക്ക് ധനക്കമ്മിയായിട്ട് റവന്യൂ കമ്മിയായിട്ടും ഒക്കെ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു 2026-27 സാമ്പത്തിക വർഷത്തെ ഈ റവന്യൂ ചെലവും റവന്യൂ വരവും തമ്മിലുള്ള ആ ഒരു താരതമ്യം നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, റവന്യൂ വരവ് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് 1,82,972.10 കോടി രൂപയാണ്. നമുക്ക് ഈ പറയുന്നതിന്റെ കൂട്ട് റവന്യൂ ചെലവായിട്ട് നമുക്ക് വരുന്നത് 2,17,558.76 കോടി രൂപയുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ റവന്യൂ കമ്മിയായിട്ട് നമുക്ക് വരുന്നത് എത്രയാണ്, 34,586.66 കോടി രൂപ നമുക്ക് എന്താണ് റവന്യൂ കമ്മിയായിട്ട് നമുക്ക് അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 2026-27 സാമ്പത്തിക വർഷത്തെ ആകെ കടബാധ്യത സൃഷ്ടിക്കാത്ത വരവും ആകെ ചെലവും തമ്മിലുള്ള ഒരു താരതമ്യം നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, കടബാധ്യത സൃഷ്ടിക്കാത്ത വരവുകൾ എന്ന് പറയുന്നത് 1,84,487, അതേപോലെ നമുക്ക് ആകെ ചെലവുകളായിട്ട് നമുക്ക് വരുന്നത് 2,39,907 കോടി രൂപയാണ്. ധനക്കമ്മിയാണ് നമുക്ക് അവിടെ വരുന്നത് 55,419 കോടി രൂപയുടെ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ധനക്കമ്മി നമുക്ക് അവിടെ വരുന്നുണ്ട്. റവന്യൂ വരവ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സംസ്ഥാന റവന്യൂ വരവ് ഇനങ്ങൾ 2026-27 ബജറ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, തനത് നികുതിയിൽ നിന്ന് നമുക്ക് 51.38% നമുക്ക് തനത് നികുതി വരവാണ് എന്നാണ്. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പറയുന്ന ഒരു നമുക്ക് നികുതി ഒരു വരുമാനമായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റവന്യൂ വരുമാനമായിട്ട് നമുക്ക് വരുന്നത് തനത് നികുതികളിൽ നിന്നാണ്.
51% നമുക്ക് വരുന്നുണ്ട്. കേന്ദ്ര നികുതി വിഹിതമാണ് നമുക്ക് രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു നികുതി വരുമാനമായിട്ട് നമുക്ക് റവന്യൂ വരുമാനമായിട്ട് കൊണ്ടുവരുന്നത് 23% നമുക്ക് വരുന്നത് 23% വരുന്നുണ്ട്. അതേപോലെ തന്നെ കേന്ദ്ര ധനസഹായം നമുക്ക് 14.48% നമുക്ക് കേന്ദ്ര ധനസഹായം വരുന്നുണ്ട്. തനത് നികുതിയേതര വരവായിട്ട് നമുക്ക് 11.13%. അപ്പൊ ഏറ്റവും കൂടുതൽ വരുമാനം നമുക്ക് റവന്യൂ വരുമാനം വരുന്ന എവിടെ നിന്നാ? നമ്മുടേതായിട്ടുള്ള തനതായിട്ടുള്ള നികുതി വരവിൽ നിന്നാണ് നമുക്ക് വരുന്നത് കേട്ടോ. അതാ ഇവിടെ പറയുന്നുണ്ട് റവന്യൂ വരവ് സംസ്ഥാന സർക്കാരിന്റെ തനത് നികുതിയേതര വരവും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നികുതി വിഹിതം ധനസഹായ ധനവും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആകെ റവന്യൂ വരവ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു സംസ്ഥാന റവന്യൂ വരവ് മുൻ വർഷങ്ങളെ നോക്കുകയാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളെക്കാട്ടിലും നമുക്ക് എന്താണ് വളരെ കൂടുതലാണ് നമുക്ക് ഈ പറഞ്ഞ 2026-27 ബജറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി 2026-27 സാമ്പത്തിക വർഷ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനത്തിന്റെ തനത് നികുതികൾ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും അധികം നമുക്ക് നികുതിയായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ പോകുന്നത് സംസ്ഥാന ചരക്ക് സേവന നികുതിയാണ്. 40.49% നമുക്ക് എന്ത് ചെയ്യുന്നു? സംസ്ഥാനത്തിന് ചരക്ക് സേവന സംസ്ഥാന സ്റ്റേറ്റ് GST എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് വരുന്നത് കേട്ടോ. രണ്ടാമതായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് വിൽപ്പന നികുതിയിൽ നിന്നാണ്. 36.28% നമുക്ക് വരും. 36.28%. വാഹന നികുതികളാണ് നമുക്ക് മൂന്നാമതായിട്ട് വരുന്നത് 9.17%. മുദ്രപത്രങ്ങളും രജിസ്ട്രേഷനിൽ നിന്ന് 7.9% നമുക്ക് വരുന്നുണ്ട്. എക്സൈസിൽ നിന്ന് നമുക്ക് 3.69%, ഭൂനികുതിയിൽ നിന്ന് 0.55%, മറ്റുള്ളവ 1.93%മാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പറയുന്ന എന്താണ് തനത് നികുതി നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് തരുന്നത് സംസ്ഥാന GST സംസ്ഥാന ചരക്ക് സേവന നികുതിയിൽ നിന്നാണ്. 40% നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി 2026-27 സാമ്പത്തിക വർഷ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനത്തിന്റെ തനത് നികുതിയേതര വരവിന്റെ ഘടകങ്ങളാണ്. നികുതിയേതര വരവിന്റെ ഘടകങ്ങൾ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ നോക്കി ആകെ നികുതിയേതര വരവ് എന്ന് പറയുന്നത് 20,355.77 കോടി രൂപയാണ് നമുക്ക് അവിടെ ആകെ നമുക്ക് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വരുന്നത് സംസ്ഥാന ഭാഗ്യക്കുറി എത്രയാണ്? 15,215.50 കോടി രൂപയാണ് നമുക്ക് എന്ത് വരുന്നത്? സംസ്ഥാനത്തിന്റെ ഭാഗ്യക്കുറിയിൽ നിന്നാണ് കേട്ടോ, നികുതിയേതര ഇതിൽ നിന്ന് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഇരുമ്പേതര ഖനനവും ധാതു വ്യവസായങ്ങളും പറയുന്നുണ്ട്. വൈദ്യസഹായ രംഗത്തുള്ള പൊതു ആരോഗ്യത്തിന്റെ കാര്യം പറയുന്നുണ്ട്. വനവൽക്കരണവും വന്യജീവി സംരക്ഷണത്തിനുണ്ട്. പോലീസിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്. സഹകരണം നമുക്ക് പറയുന്നുണ്ട്. പലിശയുടെ വരവിനങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ലാഭവിധവും മറ്റുള്ളവയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ നികുതിയേതര വരുമാനം നമുക്ക് തരുന്ന ഏതാണ്? ഭാഗ്യക്കുറിയാണ് കേട്ടോ. നികുതിയേതര വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഭാഗ്യക്കുറിയിൽ നിന്നാണ്. 2026-27 സാമ്പത്തിക വർഷ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന കേന്ദ്ര നികുതി വിഹിതം നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആകെ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് നികുതി ഇനത്തിൽ നമുക്ക് കിട്ടുന്നത് 42.32 കോടി രൂപയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വരുന്നത് കോർപ്പറേഷൻ നികുതി ഒഴിച്ചുള്ള ആദായ നികുതികളാണ്. 37.26% നമുക്കത് വരും. 37.26% വരുന്നുണ്ട്. പിന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള നമുക്ക് ആ ഒരു ചരക്ക് സേവന നികുതി നമുക്ക് വരുന്നുണ്ട്. അതാണ് നമുക്ക് രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത്. 29.11% നമുക്ക് വരുന്നു. കോർപ്പറേഷൻ നികുതിയാണ് പിന്നെ നമുക്ക് വരുന്നത് 27.92% നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി വിവിധ മേഖലകൾ വിലയിരുത്തിയിരിക്കുന്ന റവന്യൂ ചെലവുകളുടെ വിശദാംശം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത് 2,17,558.76 കോടി രൂപയാണ് നമുക്ക് വരുന്നത്. അതിൽ നമുക്ക് പൊതു സർവീസുകൾക്കാണ് നമ്മൾ ഏറ്റവും അധികം ചെലവാക്കുന്നത്. പൊതു സർവീസുകൾക്കാണ്. എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,52,253.58 കോടി രൂപയാണ്. പിന്നെ നമുക്ക് സാമൂഹ്യ സർവീസുകൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വരുന്നത് സാമ്പത്തിക സർവീസുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ചെലവ് വരുന്ന ഏതിന്റെ കൂട്ടത്തിലാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്? എവിടെയാണ്? പൊതു സർവീസുകൾക്കാണ് റവന്യൂ ചെലവുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത്. 1,52,253.58 കോടി രൂപയാണ് നമുക്ക് വരുന്നത്. അത് ഏതൊക്കെയാണ്? നമ്മൾ പരീക്ഷ കൊടുക്കുന്നതിനകത്ത് പോലീസ് സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, പിന്നെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും, മറ്റു പൊതു സേവനങ്ങളുണ്ട്. പൊതു സാമൂഹ്യമാണെങ്കിൽ വിദ്യാഭ്യാസം, കായികം പോലുള്ള പൊതു ജനാരോഗ്യം, കുടുംബാരോഗ്യം, സാമൂഹ്യ സുരക്ഷ, മറ്റു സാമ്പത്തിക സർവീസുകൾ നമുക്ക് അവിടെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ LSTD നമുക്ക് വരുന്നുണ്ട്. ഇനി സാമ്പത്തിക സർവീസുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗതാഗതം, പിന്നെ അതേപോലെ ഗ്രാമവികസനം, കൃഷിയും അനുബന്ധമായിട്ടുള്ള സർവീസുകളൊക്കെയാണ് അതിനകത്ത് നമുക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു 2026
2026-27 നമ്മൾ ആ ഒരു മൂലധന ചെലവുകൾ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അധികം നമുക്ക് ആ ഒരു ചെലവ് നമുക്ക് വരുന്നത് പൊതു സാമ്പത്തിക സർവീസുകൾക്കാണ് ഏറ്റവും അധികം ചെലവ് നമുക്ക് വരുന്നത് കേട്ടോ. അവിടെ നമുക്ക് 5951.92 കോടി രൂപ നമുക്ക് വരുന്നുണ്ട്. പിന്നെ റോഡുകളും പാലങ്ങൾക്കും ഉണ്ട്, ഗ്രാമവികസനമുണ്ട്, ശുദ്ധജല വിതരണവും ശുചീകരണമുണ്ട്, വ്യവസായത്തിനുണ്ട്, പിന്നെ നമുക്ക് ഈ പറയുന്നുണ്ട് വിദ്യാഭ്യാസം, കായികം, കല, സംസ്കാരം വരുന്നുണ്ട്, ഗതാഗതം, പൊതുജനാരോഗ്യം, മറ്റുള്ളവ. അങ്ങനെയാണ് നമുക്ക് മൊത്തത്തിൽ നമുക്ക് വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മൂലധന ചെലവ് വരുന്നത് പൊതു സാമ്പത്തിക സർവീസുകൾക്കാണ് ഏറ്റവും കൂടുതൽ മൂലധന ചെലവുകൾ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി 2026-27 സാമ്പത്തിക വർഷം വിഭാവനം ചെയ്തിരിക്കുന്ന വാർഷിക പദ്ധതി ചെലവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ പദ്ധതിയുടെ അടങ്കലായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 44,574.66 കോടി രൂപയാണ് നമുക്ക് ആകെ ഈ പറയുന്ന പദ്ധതി അടങ്കലായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന ആർക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഈ പറയുന്ന സാമൂഹ്യ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 33.29% കോടി രൂപ നമുക്ക് സാമൂഹിക സേവന പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. 33.29%. ഓക്കെ, പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 23.22% നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ആകെ പദ്ധതിയുടെ അടങ്കൽ തുകയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് സാമൂഹ്യവും അതേപോലെ തന്നെ സാമൂഹ്യ സേവനപരമായിട്ടുള്ള സർവീസുകൾക്കും പ്രോഗ്രാംസുകൾക്കും വേണ്ടിയിട്ട് ആണ്. ഓക്കെ, ഇനി ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ 2026-27 നമുക്ക് ആ ഒരു ചെലവ് നമുക്ക് എന്താണ്, നമുക്ക് ആ ഒരു വരുമാനം നമുക്ക് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്, 1 രൂപ നമ്മൾ നേടിയെടുക്കുന്നത് ഏതൊക്കെ മേഖലയിൽ നിന്നാണ്, 2026-27 സാമ്പത്തിക വർഷം 1 രൂപ എങ്ങനെയാണ് സമാഹരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പറയുന്നു സംസ്ഥാനത്തിന് തനത് നികുതിയിൽ നിന്നും നമുക്ക് 39.18 പൈസ, അത് 1 രൂപ നമ്മൾ വരുമാനം നേടുമ്പോൾ 39.18 പൈസ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്, സംസ്ഥാനത്തിന്റെ തനത് നികുതി വരവിൽ നിന്നാണ് നമുക്ക് വരുന്നത്. ഓക്കെ, പൊതു കണക്കിൽ നിന്ന് നമുക്ക് 1 രൂപ നമ്മൾ നോക്കുമ്പോൾ 1.67 പൈസ നമ്മൾ നേടുന്നുണ്ട്. പൊതു കടം നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 21.42 പൈസയാണ്. വായ്പകളുടെ വസൂലാക്കൽ നിന്ന് 0.60 പൈസ നേടുന്നുണ്ട്. മറ്റ് മൂലധന വരവുകളിൽ നിന്ന് 0.03% ഉണ്ട്. കേന്ദ്ര ധനസഹായത്തിൽ നിന്ന് 1 രൂപ നമുക്ക് കിട്ടുമ്പോൾ അവിടെ നമുക്ക് 11.05 പൈസയാണ് നമുക്ക് വരുന്നത്. കേന്ദ്ര വിഹിതത്തിൽ നിന്നും 17.55 പൈസ വരുന്നുണ്ട്. അതിൽ സംസ്ഥാനത്തിന്റെ നികുതിയേതര വരവായിട്ട് നമുക്ക് 1 രൂപയിൽ നമുക്ക് എത്ര പൈസയാണ് വരുന്നത്, 8.48 പൈസയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ 1 രൂപ നമ്മൾ നേടുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനം കൊണ്ടുവരുന്ന ഏത് മേഖലയാണ്, സംസ്ഥാനത്തിന്റെ തനത് നികുതിയിൽ നിന്നാണ്. എത്ര പൈസയാണ്, 39.18 പൈസയാണ്. 39.18 പൈസയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് പൊതുകടം എന്നൊരു മേഖലയിൽ നിന്നാണ് നമുക്ക് വരുന്നത്. 21.42 പൈസ നമുക്ക് അവിടെ കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന ചെലവ് 1 രൂപ നമ്മൾ ചെലവാക്കുമ്പോൾ ഏതൊക്കെ മേഖലയിലേക്കാണ് ആ 1 രൂപ നമുക്ക് എന്ത് ചെലവായി പോകുന്നത് എന്നുള്ളത് നമുക്ക് ബജറ്റിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം 1 രൂപയിൽ 7.46 പൈസയാണ്. 1 രൂപ നമ്മൾ ചെലവാക്കുമ്പോൾ 7.46 പൈസ ആർക്ക് പോവുകയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പോവുകയാണ്. ഓക്കെ, 32.23 പൈസ സാമൂഹ്യ സർവീസുകൾക്ക് വേണ്ടി പോവുകയാണ്. 15.13 പൈസ സാമ്പത്തിക സർവീസുകൾക്ക് വേണ്ടി പോകുന്നു. 43.97 പൈസ പൊതു സർവീസുകൾക്ക് വേണ്ടി പോകുന്നു. 1.21 പൈസ വായ്പകളും അതേപോലെ മുൻകൂറുകൾക്കുമായിട്ട് എന്താണ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ 1 രൂപ ചെലവാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെലവാക്കുന്നത് എവിടെയാണ് ചെലവാക്കുന്നത്, പൊതു സർവീസുകൾക്ക് വേണ്ടിയിട്ടാണ്. 43.97 പൈസയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെലവാക്കുന്നത് പൊതു സർവീസുകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെലവാക്കുന്നത് സാമൂഹിക സർവീസുകൾക്ക് വേണ്ടിയിട്ടാണ്. 32.23 പൈസയാണ് ചെലവാക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു കേരള ബജറ്റിന്റെ 2026-27 പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആകെയുള്ള നമ്മുടെ ആ ഒരു റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്ന 1.83 ലക്ഷം കോടി രൂപയാണ് എന്ന് പറയാം. ടോട്ടൽ ആയിട്ടുള്ള ചെലവ് എന്ന് പറയുന്നത് 2.18 കോടി രൂപയാണ് എന്ന് നമുക്ക് പറയാം. നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 30,961.48 കോടി രൂപയാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 34,580
587 കോടി രൂപയാണെന്ന് പറയാം. അത് നമ്മുടെ GSDPയുടെ 2.12% നമുക്ക് വരും. ധനകാര്യ കുറവാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 55,420 കോടി രൂപയാണ്. അത് നമ്മുടെ GSDPയുടെ 3.4% നമുക്ക് വരുന്നതാണ്. വരുമാനത്തിൽ പ്രതീക്ഷിക്കുന്ന വർധനവ് 2026-27 വരുമാനത്തിൽ പ്രതീക്ഷിക്കുന്ന വർധനവ് എന്ന് പറയുന്നത് 45,889.49 കോടി രൂപയാണ്. അതേപോലെ സംസ്ഥാനത്ത് സ്വന്തം നികുതി വരുമാനത്തിൽ ലക്ഷ്യമിടുന്ന വർധനവ് എന്ന് പറയുന്നത് 10,271.51 കോടി രൂപയും അതേപോലെ നോൺ ടാക്സ് റവന്യൂ ലക്ഷ്യമിടുന്ന വർധനവ് എന്ന് പറയുന്നത് ഏകദേശം 1,595.05 കോടി രൂപയാണ്. നമുക്ക് എന്ത് ചെയ്യുന്നത് ആ ഒരു വർധനവ് മറ്റും നമ്മൾ എന്ത് ചെയ്യുന്നത് ലക്ഷ്യമായിട്ട് നമ്മൾ എഴുതി. ഇതാണ് നമ്മുടെ ബജറ്റിന്റെ എന്ന് പറയുന്നത് ടോട്ടൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മുടെ കണക്കുകളുമായി ബന്ധപ്പെട്ട ഹൈലൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നമുക്ക് ഈ പറയുന്ന 2026-27 ബജറ്റിൽ നമ്മൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട പദ്ധതികളും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമുക്ക് ഇപ്പൊ പല അപൂർവ ഇന രോഗങ്ങളുമുണ്ട് അല്ലെ. അപ്പൊ അപൂർവ ഇന രോഗങ്ങൾക്കുള്ള ചികിത്സാ പദ്ധതിയായിട്ടുള്ള കെയറിൽ നമ്മൾ സ്പൈനൽ മസ്കുലാർ അട്രോഫി രോഗത്തിന് മരുന്ന് ലഭ്യമാക്കാനായിട്ട് 30 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതേപോലെ പഴയ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ നമ്മൾ പൊളിച്ച് ഇപ്പൊ സ്ക്രാപ്പും മറ്റ് ചെയ്യുകയാണ്. അതിനൊക്കെ ആയിട്ട് നമുക്ക് ഒറ്റത്തവണ ബോണസ് ആയിട്ട് നമുക്ക് 40,000 രൂപ വരെ എന്ത് നൽകുന്നതായിരിക്കും. കേരള കലാകേന്ദ്രത്തിന് സ്ഥിരം വേദികൾ സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റം പ്രധാനമായിട്ടൊരു മാറ്റം വരുന്നു. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിക്കായിട്ട് 15 കോടി രൂപ എന്ത് ചെയ്തു മാറ്റിവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസമാണ്. അതേപോലെ ഡിഗ്രി തലത്തിലേക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും നമ്മൾ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതി എന്ത് ചെയ്തു ഈ ഒരു ബജറ്റിന് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങളുടെ പരിധിക്ക് പുറത്ത് കുടുംബാംഗങ്ങൾക്ക് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ത് ചെയ്തു കൊണ്ടുവരുന്നുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 2ാം ഘട്ടത്തിൽ എന്ത് ചെയ്തു ബജറ്റിൽ പദ്ധതി മാറ്റിവെച്ചിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ പെൻഷനായിട്ട് 3,820 കോടി രൂപ മാറ്റിവെച്ചു. ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപ വെച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷനായിട്ട് 14,500 കോടി രൂപ മാറ്റിവെച്ചു. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിക്കായിട്ട് 400 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. റവന്യൂ ഗ്രാന്റ് മറ്റും എന്ത് ചെയ്തിട്ടുണ്ട് നിർത്തലാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ പറഞ്ഞ ശിശുമരണ നിരക്ക് മറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമേരിക്കയേക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്ക് കേരളത്തിലാണ് എന്ന് ധനമന്ത്രി ബജറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ അവർക്ക് വീടുകൾ മറ്റ് വെച്ച് നൽകുന്നുണ്ട്. അതിന്റെ ആദ്യ ഘട്ടമായിട്ടുള്ള ബാച്ച് വീടുകൾ നമ്മൾ ഫെബ്രുവരി മാസം 3ാം ആഴ്ചയോടുകൂടി നൽകുമെന്ന് ബജറ്റിൽ പറയുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയതായിട്ടുള്ള ഒരു ബോർഡ് മറ്റും സ്ഥാപിക്കുമെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് VS സെന്റർ സ്ഥാപിക്കുമെന്ന് പറയുന്ന റിസർച്ച് സെന്ററും പഠന കേന്ദ്രങ്ങൾക്കുമായിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. പ്രതിരോധ ഗവേഷണ ഹബിന് വേണ്ടിയിട്ട് 50 കോടി രൂപ നൽകുന്നുണ്ട് മാറ്റിവെക്കുന്നുണ്ട്. റാപ്പിഡ് എർത്ത് കോറിഡോർ അല്ലെ, നമുക്ക് ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖം കൊച്ചി നമ്മുടെ KMML-ഉം IREL-ഉം എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് റാപ്പിഡ് എർത്ത് കോറിഡോർ കൊണ്ടുവരുന്ന 100 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ആഗോള സ്കൂൾ സ്ഥാപിക്കാൻ വേണ്ടി 10 കോടി രൂപ മാറ്റിയിട്ടുണ്ട്. ഓട്ടോ സ്റ്റാൻഡുകളെല്ലാം സ്മാർട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് സ്മാർട്ട് മൈക്രോ ഹബ്ബുകളാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയും ബജറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയിട്ട് 1000 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ബജറ്റിനകത്ത്. ക്യാൻസർ എയ്ഡ്സ് രോഗികളുടെ പ്രതിമാസ പെൻഷൻ 1000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ കൾച്ചറൽ ഇൻക്യുബേറ്റർ സ്ഥാപിക്കുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. കൊട്ടാരക്കരയിൽ ഇന്റഗ്രേറ്റഡ് IT കം ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നുണ്ട്. കൊട്ടാരക്കരയിൽ ഇന്റഗ്രേറ്റഡ് IT കം ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം ബജറ്റിൽ പറയുന്നുണ്ട്. നമ്മുടെ ധനകാര്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമാണ് കൊട്ടാരക്കര അല്ലെ. അതേപോലെ തന്നെ 1 ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് എന്നതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് യൂണിറ്റി മാൾ വരും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബജറ്റിൽ പറയുന്നുണ്ട്. ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി മറ്റും കൊണ്ടുവരുന്നുണ്ട്. ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കിയിട്ടുണ്ട്. അയ്യ വൈകുണ്ഠസ്വാമിയുടെ സ്മാരകം സ്ഥാപിക്കാനായിട്ട് 2 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. വനിതാ സ്കിൽ സെന്ററുകൾക്ക് 20 കോടി രൂപ മാറ്റിവെച്ചു. സ്ത്രീ നേതൃത്വം നൽകുന്ന മൂല്യവർദ്ധിത യൂണിറ്റുകൾ വ്യാപകമാക്കും. അതിനു വേണ്ടിയിട്ട് 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ വികസനത്തിന് വേണ്ടിയിട്ടും അത്യാധുനിക ക്യാമ്പസും മറ്റും കൊണ്ടുവരുന്നതിന് വേണ്ടി 10 കോടി രൂപ മാറ്റിവെച്ചു. ഫെബ്രുവരി 1-ാം തീയതി മുതൽ 2026 ഫെബ്രുവരി 1-ാം തീയതി മുതൽ മെഡിസബ് 2.0 പ്രാവർത്തികമാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. നേറ്റിവിറ്റി കാർഡ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ. ആ നേറ്റിവിറ്റി കാർഡ് നടപ്പിലാക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. അതിനും മറ്റും വേണ്ടിയിട്ട് 20 കോടി രൂപ നമ്മുടെ ബജറ്റിന് അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഗ്രൂപ്പ് ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് സ്കിൽ കേന്ദ്രങ്ങൾക്ക് 20 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. വന്യജീവി അക്രമം തടയാനായിട്ട് 100 കോടി രൂപ അധികമായിട്ട് അനുവദിച്ചു. സഹകരണ സംസ്ഥാനങ്ങളിലെ ജീവനക്കാർക്കും മെഡിസിപ്പിന് എന്ത് ചെയ്തു ഭാഗമാക്കും. നേരത്തെ ഈ സഹകരണ സ്ഥാപനങ്ങൾ ജീവനക്കാർ മെഡിസിപ്പിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവരെയും കൂടെ എന്ത് ചെയ്തു
നമ്മൾ മെഡിസിപ്പിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു. സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോം കേരള പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് 10 കോടി രൂപ അനുവദിച്ചു. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ തീർത്ഥാടന റോഡ് വികസനവും എന്ത് ചെയ്തു കൊണ്ടുവരുന്നുണ്ട്. കട്ടപ്പന മുതൽ തേനി വരെ തുരങ്കപാതയുടെ സാധ്യതാ പഠനം നടത്തുന്നു. ഇപ്പൊ നമുക്ക് വയനാട് തുരങ്കപാത നമുക്കുണ്ട് അല്ലെ? ആ വയനാട് തുരങ്കപാതയുടെ പോലെ തന്നെ നമ്മളെ കട്ടപ്പന തേനി മേഖലയിലും നമുക്കൊരു തുരങ്കപാത കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതാ പഠനത്തിനും മറ്റുമായിട്ട് 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മളെ എന്താണ് ISL പോലെ തന്നെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 14 ജില്ലകളിൽ നടപ്പിലാക്കാനായിട്ട് 10.46 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. MT മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രം തിരൂരിൽ കൊണ്ടുവരുന്നതിന് കാര്യവും ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ലൈബ്രറിയന്മാരുടെ പ്രതിഭാസ അലവൻസ് 1000 രൂപയായി വർദ്ധിപ്പിച്ചു. തോപ്പിൽ ഭാസി, PK ആന്റണി, KT മുഹമ്മദ് എന്നിവരെ ആദരിക്കാൻ സ്ഥിര നാടക തിയേറ്ററുകൾ സ്ഥാപിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി സ്കൂൾ മുതൽ ഹെൽത്തി കിഡ്സ് എന്ന പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. റാപ്പിഡ് റെയിൽ പ്രാരംഭ പ്രവർത്തനത്തിന് 100 കോടി രൂപയും പറഞ്ഞിട്ടുണ്ട്. റാപ്പിഡ് റെയിൽ പ്രാരംഭ പദ്ധതിക്ക് വേണ്ടി 100 കോടി രൂപ എന്ത് ചെയ്ത് ബജറ്റിൽ മാറ്റിവെച്ചു. അതിവേഗ റെയിലിന് മറ്റു വേണ്ടിയിട്ടാണ്. സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയുടെ കാര്യം പറയുന്നുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം 20 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ബേപ്പൂർ ഉരു പദ്ധതി, കൊച്ചി ഹെറിറ്റേജ് പദ്ധതികളും പ്രാവർത്തികമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തലസ്ഥാന നഗര റോഡ് മാതൃകയിൽ നഗര റോഡ് വികസനത്തിന് അനുവിറ്റി പദ്ധതി കൊണ്ടുവരുന്നു. അതിനു വേണ്ടിയിട്ട് 58.89 കോടി രൂപയും പറയുന്നുണ്ട്. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകും. അതിനു വേണ്ടിയുള്ള പദ്ധതികളും ബജറ്റിൽ പറയുന്നുണ്ട്. വിദ്യാവാഹിനി പദ്ധതി 30 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന പ്രതിമാസ സഹായം 1000 രൂപയാക്കി. നേരത്തെ 600 രൂപയായിരുന്നു. 600 രൂപ എന്ന് എത്രയാക്കുന്നു? 1000 രൂപയാക്കുന്നു. അംഗനവാടികളിലെ എല്ലാ പ്രവൃത്തി ദിവസവും പാലും മുട്ടയും നൽകും എന്നും ബജറ്റിൽ പറയുന്നു. വയോമിത്രം വാതിൽപ്പടി സേവനത്തിന് 27.5 കോടി രൂപ. ജില്ലാ ആശുപത്രിയിൽ മെനോപോസ് ക്ലിനിക്കുകളും സ്ഥാപിക്കും. എല്ലാ ജില്ലാ ആശുപത്രികളിലും മെനോപോസ് ക്ലിനിക്കുകൾ സ്ഥാപിക്കുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. 5 മുതൽ 15 കുടുംബങ്ങൾ താമസിക്കുന്ന നഗറുകളുടെ വികസനത്തിന് പ്രത്യേകമായിട്ടുള്ള പാക്കേജുകളും പറഞ്ഞിട്ടുണ്ട്. എറണാകുളം കേന്ദ്രീകരിച്ച് ഒരു ഫിനാൻസ് ടൗൺ കൊണ്ടുവരുമെന്നുള്ള കാര്യവും ബജറ്റിനകത്ത് പറയുന്നുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് അഷ്വേർഡ് പെൻഷൻ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായിട്ടാണ് അഷ്വേർഡ് പെൻഷൻ പദ്ധതി കൊണ്ടുവരുന്നത്. ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും പറയുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ശമ്പള പരിഷ്കാര കമ്മീഷൻ എന്ത് ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്മീഷൻ 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നും ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്കായി KFCയുടെ പുതിയ പദ്ധതി 3% പലിശ സബ്സിഡിയോട് 20 കോടി രൂപ വരെ വായ്പാ പദ്ധതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ വാലി, സൈബർ വാലി പോലുള്ള നൂതനമായിട്ടുള്ള ടെക്നോളജിക്കൽ സെന്ററുകൾ നമ്മൾ എന്ത് ചെയ്തു കൊണ്ടുവരുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇസ്ലാമിക പണ്ഡിതനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ഷൈഖ് സൈനുദ്ദീൻ മഖ്തും രണ്ടാമന്റെ പേരിൽ പൊന്നാനിയിലെ ചരിത്ര ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കാവാരിക്കുളം കണ്ടൻ കുമാരൻ പഠന ഗവേഷണ കേന്ദ്രം, ഇദ്ദേഹം നമ്മുടെ നവോത്ഥാന നായകനായിരുന്നു. അതേപോലെ തന്നെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗവുമായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്തു? കാവാരിക്കുളം കണ്ടൻ കുമാരന്റെ പേരിൽ പഠന കേന്ദ്രം സ്ഥാപിക്കുമെന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂമോകോക്കൽ വാക്സിൻ പദ്ധതിയും എന്ത് ചെയ്യുന്നുണ്ട്? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും നമ്മുടെ ബജറ്റിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 2026-27 സാമ്പത്തിക വർഷത്തേക്ക് വേണ്ടി നമ്മുടെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച നമ്മുടെ കേരള ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ റവന്യൂ വരുമാനത്തെക്കുറിച്ചും റവന്യൂ ചെലവിനെ കുറിച്ചും എങ്ങനെയൊക്കെയാണ് നമ്മൾ വരുമാനം കണ്ടെത്തുന്നത്, എങ്ങനെയൊക്കെയാണ് ചെലവ് കണ്ടെത്തുന്നത് എന്നുള്ളതും ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.